ലോസ് ആൻഡോസിൽ ഇന്ന് വരെ കാണാണ്ടായിട്ടുള്ളത് 10-ലധികം കുട്ടികളാണ്. ഈ കുട്ടികളൊക്കെ ഇവിടെ പോയി എന്ന് ആർക്കും അറിയില്ല. കിഡ്നാപ്പ് ചെയ്യുന്ന ഒരു സംഘം തന്നെയാണ് നമ്മുടെ ലോസ് ആൻഡോസിൽ ഇറങ്ങിയിട്ടുള്ളത്. അതും കുട്ടികളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് അവർ ഈ കിഡ്നാപ്പിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരെ എത്രയും വേഗം പിടിക്കുമെന്ന് ലോസ് ആൻഡോസ് പോലീസ് നമ്മൾക്ക് എല്ലാവർക്കും ഉറപ്പ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജയിലിൽ ആരും പേടിക്കണ്ട. ഈ വീട് കണ്ടാൽ തന്നെ അറിയാം ഇവിടെ നല്ല പണക്കാരനായ ഏതെങ്കിലും ഒരു കൊച്ചുണ്ടാവുന്നത്. പെട്ടെന്ന് പോയിട്ട് അതിനെ കിഡ്നാപ്പ് ചെയ്യട്ടെ. ഈ റൂട്ടിൽ പോകാം. ഇനി മുമ്പോട്ട് ഈ സൈഡിലല്ല, അത് അവിടെയാണെന്ന് തോന്നുന്നു ആ കുട്ടി ഇരിക്കുന്നത്. പിന്നെ ആരെ കാണുന്നില്ല. എന്റെ മോനെ, ഇന്ന് നിന്നെ ഞാൻ കിഡ്നാപ്പ് ചെയ്യും. കണ്ടുപിടിച്ച് ഞാൻ അവനെ. ഈ പരിസരത്തൊന്നും ആരുമില്ലെന്ന് ഞാൻ ഉറപ്പ് വരുത്തട്ടെ. ഒരു മിനിറ്റ്. ഈ സൈഡിലൊന്നും ആരെയും കാണാനില്ല, അപ്പുറത്തും കാണാനില്ല. ഇത് തന്നെ അവസരം. Come to me, my boy. മിണ്ടാണ്ടിരിക്കും കൊച്ചെവിടാ. ഈ കൊച്ചിന്റെ കരച്ചിൽ ഞാനിപ്പോ മാറ്റും. എന്റെ ഫ്രാങ്ക്ലിൻ ബോയ് പെട്ടെന്ന് ഒഴിച്ചു തീർക്ക്. എന്നിട്ട് നമുക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് പോവാ. ഫ്രാങ്ക്ലിൻ ബോയ് കുറെ മണിക്കൂറായിട്ട് ഞാൻ പിടിച്ചേക്കണേ. ഒന്ന് സമാധാനമായിട്ട് ഒഴിച്ചോട്ടെ പ്ലീസ്. എവിടെ ഇപ്പോഴൊന്നും തീരത്തൊന്നുമില്ല. ഞാനങ്ങോട്ട് മാറി ഒരു റൗണ്ട് നടന്നിട്ട് വരാം. അപ്പോഴേക്കും ആയിരിക്കും തീരണമെന്ന് തോന്നുന്നു. ഫ്രാങ്ക്ലിൻ ബോയ്, ഇതേ അവിടെ ഒരു ലോലിപോപ്പ് കിടക്കണ ഫ്രാങ്ക്ലിൻ ബോയ്. ഞാനെന്ന് അവിടെ പോയി ഒരു ലോലിപോപ്പ് മേടിച്ചിട്ടുണ്ട് ഫ്രാങ്ക്ലിൻ ബോയ്. അതൊരു നല്ല തീരുമാനം. നീ അവിടെ പോയി വാങ്ങ്. അപ്പോഴേക്കും ഞാൻ പൈസ ആയിട്ട് അങ്ങോട്ട് വരാം. ചെന്നോ ഫ്രാങ്ക്ലിൻ ബോയ്, പെട്ടെന്ന് ഒന്നിക്കാൻ കുഴപ്പമില്ല. ഇല്ലെങ്കിൽ ട്രക്കിന്റെ അകത്തുള്ള മുഴുവൻ ലോലിപോപ്പ് ഞാൻ മേടിക്കട്ടാ. മര്യാദക്ക് സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരണം. 2 പാർക്കിൽ അവിടെ ഇവിടെയൊക്കെ കറങ്ങി നടന്നിട്ട് ഈ സമയം ഞാൻ വീട്ടിൽ വരാനായിട്ട്. ഇതാരാണോ ഇവൻ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ വാനൊക്കെ നിർത്തിയിട്ടിട്ടുണ്ടല്ലോ. ഇയാളെന്ന് എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കണത്. എടോ, തനിക്ക് എന്താണ് വേണ്ടത്? താനെന്തിനോട് എന്നെ നോക്കിക്കൊണ്ടിരിക്കണത്? നോക്കിക്കൊണ്ട് മാത്രല്ല, നിന്റെ മകളെ ഞാൻ തട്ടി കൂടെ കൊണ്ടുപോകും. എന്റെ മമ്മീനെ താൻ എന്താ ചെയ്തത്? മോനെ പേടിക്കണ്ട. മോന്റെ മമ്മിയുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണ് അങ്കിൾ. അങ്കിള് ചുമ്മാ മമ്മീനെ ഒന്ന് ഷോക്ക് അടിപ്പിച്ച് വീഴ്ത്തിയതാ മോനെ. മോൻ പേടിക്കണ്ട. വാ, നമ്മൾക്കൊരു സ്ഥലം വരെ പോയാലോ? എന്തൊക്കെ ഞാനിപ്പോ ഇവിടെ കണ്ടത്? ഒരു പെണ്ണിനെ തലക്കടിച്ച് കൊന്നതല്ലേ കണ്ടത്? അയ്യോ, കണ്ടിട്ട് പേടിയാണ്. ഇപ്പൊ മിണ്ടിക്കുന്ന അയാൾ അങ്ങനെ എന്റെ അടുത്തേക്ക് ഓടി വന്നേയാളാ. അങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് ഇന്നത്തെ എന്റെ പയ്യനെ ഞാൻ കിഡ്നാപ്പ് ചെയ്ത് പോകാം നമുക്ക് കൂട്ടാ. അയ്യോ, ഒരു പയ്യനെ കിഡ്നാപ്പ് ചെയ്തിട്ട് പോണ്. ഇതെന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇതിങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. ഫ്രാങ്ക്ലിൻ ബോയ്, ഒരു കൊച്ചിനെ കിഡ്നാപ്പ് ചെയ്തിട്ട് പോയി. ഫ്രാങ്ക്ലിൻ ബോയ്, എന്ത് കിഡ്നാപ്പാ? നീ എന്തൊക്കെയാണ് പറഞ്ഞേ? ഫ്രാങ്ക്ലിൻ ബോയ്, ഞാൻ പറഞ്ഞത് സത്യമാണ്. ഫ്രാങ്ക്ലിൻ ബോയ്, വേണമെങ്കിൽ അപ്പുറത്ത് പോയി നോക്ക്. ഒരു ചേച്ചിനെ അവിടെ തലക്കടിച്ച് കൊന്നിട്ടുണ്ട്. ഫ്രാങ്ക്ലിൻ ബോയ്, ഇവൻ ഈ പറഞ്ഞത് വലിയ സത്യമാണോ? പോയി നമുക്ക് അപ്പുറത്ത് നോക്കാം ഏതായാലും. ഓ മൈ ഗോഡ്, ഇവൻ പറഞ്ഞത് സത്യമാണോ? നീ ഒരാൾ ഇവിടെ തലക്കടിച്ചിട്ടേക്കുന്നു. തട്ടിക്കൊണ്ടുപോയ വണ്ടി എങ്ങോട്ടാണ് ഞാൻ പോയത്? ഫ്രാങ്ക്ലിൻ ബോയ്, ഞാൻ വഴി കാണിച്ചുതരാം. അങ്ങോട്ടാണ് പോയത്. ഫ്രാങ്ക്ലിൻ ബോയ്, വേഗം ചെന്ന് കാർ എടുക്ക്. നമുക്ക് അവരെ ഫോളോ ചെയ്ത് ചേച്ചിനെ പിടിക്കാം. ഫ്രാങ്ക്ലിൻ ബോയ്, കാർ എടുത്തോ. കമോൺ, വന്ന് വണ്ടി കയറി. വേഗം വണ്ടി വളച്ച് വിട്ടോ. അപ്പുറത്തെ റോഡിലേക്കാണ് അവർ ആ പയ്യനായിട്ട് പോയത്. ഒരു മഞ്ഞ കളർ വാനാണ്. ഞാൻ കണ്ടതാണ് എന്റെ 2 കണ്ണുകൊണ്ട്. ഫ്രാങ്ക്ലിൻ ബോയ്, നമുക്ക് എങ്ങനെയെങ്കിലും അവരെ രക്ഷിച്ചേ പറ്റുള്ളൂ. ആ ചെക്കൻ ഒരു പാവമാണെന്ന് തോന്നുന്നുണ്ട്. വേഗം രക്ഷിക്കാൻ നമുക്ക് അവനെ. പക്ഷെ നീ പറയണ വെച്ചിട്ട് ഇവിടെ ഒന്നൊരു വണ്ടി പോലും കാണാനില്ലല്ലോ. എന്റെ കൺമുമ്പിൽ കൂടി പിള്ളേരെ തട്ടിക്കൊണ്ട് പോകുന്നോ. അവന്റെ വണ്ടി ഞാൻ ഇടിച്ച് പൊളിച്ചളയും.
വണ്ടി ഇന്ന് ഞാൻ വട്ടവിട്ടെടുക്കും. നിക്കണം നീ അവിടെ. നിന്നെ ഇന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങി പോകണം. നീ ഏതാ വണ്ടി? നീ ഇറങ്ങണോട്. നീ ആരടാ എന്നോട് കളിക്കാൻ? നീ എന്നോട് കളിച്ചെങ്കിൽ നിന്നെ ഞാൻ കളി പഠിപ്പിക്കൂടാ. എന്നാ കളി പഠിപ്പിക്കുന്നതിന് മുന്നേ എന്നാ പിടിച്ചോടാ. അവൻ ചത്തട്ടൊന്നുമില്ല. ഇത് അവന്റെ അഭിനയം തോന്നുന്നു. അഭിനയം ആയിരിക്കും. എന്റെ ഒരു പഞ്ചിൽ അവന്റെ ബോധം പോയതായിരിക്കും. നമുക്ക് അവനെടുത്തോണ്ട് എന്തായാലും പോവാ. വെയിറ്റ്, നമുക്ക് ആദ്യം നമ്മുടെ കുട്ടൻ രക്ഷിക്കാം. മോനെ നീ പേടിക്കട്ടോ, ഞങ്ങൾ വന്നിട്ടുണ്ട് നിന്നെ രക്ഷിക്കാനായിട്ട്. അങ്കിൾ പ്ലീസ് സേവ് മീ, അങ്കിൾ പ്ലീസ് സേവ് മീ. മോനെ നീ ഇങ്ങനെയാണത് കരയല്ലേ? നിന്നെ രക്ഷിക്കാനല്ലേ ഞങ്ങൾ ഇവിടെ എത്തിയത്. നീ ധൈര്യമായിട്ടിരിക്കും. ഇനി നിനക്ക് ഒരു പ്രശ്നം ഉണ്ടാവൂല. വാ നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാ മോനെ. എന്നാണ് ഞാൻ അതല്ല ആലോചിക്കുന്നത്. ഇത്രയും ചെറിയ പിള്ളേരെ കിഡ്നാപ്പ് ചെയ്തിട്ട് ഇവന്മാർ എന്ത് ചെയ്യാനായിട്ടാണെന്നാണ്. ഒരു കാര്യം ചെയ്യാം, ഇവൻ ചത്തട്ടില്ലെന്നുള്ള എനിക്ക് ഉറപ്പാ. ഇവന്റെ ഈ ബോഡി എടുത്ത് നമ്മുടെ വണ്ടിയുടെ ഡിക്കി കയറ്റാം. എന്നിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇവനെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കി ഇവനെ നമുക്ക് എണീപ്പിച്ച് ഇവനെ കൊണ്ട് ബാക്കിയെല്ലാം നമുക്ക് പറയിപ്പിക്കാം. മക്കളെ വന്ന് വണ്ടി കയറ്. നിങ്ങൾ ഇനി ആരും പേടിക്കണ്ട. മറ്റേ കംപ്ലീറ്റ് ഗ്യാങ്ങിനെ കണ്ടെത്തി നമ്മൾ അവന്മാരെ എല്ലാത്തിനും കത്തിച്ചളയും. എടാ നീയൊക്കെ എന്നെ എവിടെയാണോ കൊണ്ടുവന്നേക്കുന്നത്? എന്നെ നിനക്കൊക്കെ ഒന്നും ചെയ്യാൻ കഴിയില്ലടാ. എന്റെ ഗ്യാങ് അത്ര വലുതാണ്. എന്നെ മര്യാദ കഴിച്ചു വിടറാ. എന്നെ അഴിച്ചു വിട്ടില്ലെങ്കിൽ നീയൊക്കെ ഓരോരുത്തമാരും തീർന്നടാ. അധികം സംസാരിച്ച നിന്റെ തല ഞാൻ ഈ ബാറ്റിനടിച്ച് പൊട്ടിച്ചളയും. നീ സത്യസന്ധമുള്ള കാര്യങ്ങൾ പറ. നീ എന്തിനാണ് പിള്ളേരെ തട്ടിക്കൊണ്ടുപോണത്? നീ ആരാണ്? നിങ്ങളൊക്കെ ആരാടാ? നീയൊക്കെ ഏതാടാ? കുറെ അധികം പിള്ളേർ ലോസ് ആൻഡോസിൽ നിന്ന് കാണാനായിട്ടുണ്ട്. അവരുടെയൊക്കെ എവിടെയാണ് നിങ്ങളെ കൊണ്ടുപിടിച്ചേക്കുന്നത്? എത്ര ചോദിച്ചാലും ഞാനത് പറയില്ലടാ. നിനക്ക് എന്നെ വേണമെങ്കിൽ കൊല്ലാം, എന്നാലും ഞാൻ പറയില്ലടാ. നീ പറഞ്ഞില്ലെങ്കിൽ അടുത്ത സെക്കൻഡിൽ നിന്റെ തല പൊളിയാൻ വേണ്ടി പോണാണ്. നീ മര്യാദക്ക് പറഞ്ഞോ. എന്റെ ഫോൺ എടുക്കരുത്. അതെന്റെ മാത്രം ഫോണാണ്. അതിലുള്ള കോൾ അതെനിക്ക് ഇമ്പോർട്ടന്റ് ആണ്. നിന്റെ ഫോണിൽ തന്നെ കോൾ എനിക്ക് കാണണം. നിന്റെ ഫോൺ നമുക്ക് എടുത്തിട്ടെ. ഇനി അവന്റെ പോക്കറ്റിൽ നിന്ന് ആ ഫോൺ നമുക്ക് എടുക്കണം ഷിൻചാനെ. എന്നിട്ട് എത്രയും വേഗം അവന് വന്ന ആ കോൾ നമ്മൾ അറ്റൻഡ് ചെയ്തിട്ട് അവനാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ അവരുടെ അടുത്ത് സംസാരിക്കും. അവന്റെ പ്ലാൻസ് എന്താന്ന് നമുക്ക് അറിയണം കറക്റ്റ് ആയിട്ട്. നമ്പർ 15, നീ എവിടെയാ? നിന്നെ എത്ര നേരമായി ഞങ്ങൾ വിളിക്കുന്നു. ബോസ് ഒരുപാട് ദേഷ്യത്തിലാണ്. എടാ നീ കേൾക്കുന്നില്ലേ? ഇത് അടുത്ത ടാർഗറ്റിനെ തപ്പി നമ്മുടെ ആൾക്കാർ ഡെൽ പെറോയിലേക്ക് പോയിട്ടുണ്ട്. നീ വേണമെങ്കിൽ അങ്ങോട്ട് അവർക്കൊരു ഹെൽപ്പിന് വേണ്ടി ചെന്നോളൂ. ഇതൊക്കെ കേട്ടിട്ട് എന്നെ പേടിയോട് ഫ്രാങ്ക്ലിൻ ബോയ്. അപ്പൊ കൊറേ പിള്ളേരെ ഇനിയും അവര് കിഡ്നാപ്പ് ചെയ്യുന്നല്ലേ അവര് പറഞ്ഞത്? അതെടാ ഷിൻചാനെ, ഇനിയും ഒരുപാട് പിള്ളേര് കിഡ്നാപ്പ് ചെയ്യപ്പെടും ഫ്രാങ്ക്ലിൻ ബോയ്. അപ്പൊ അത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഫ്രാങ്ക്ലിൻ ബോയ്. എന്റെ കയ്യിൽ ഒരു സൂപ്പർ ഐഡിയ ഉണ്ട് ഷിൻചാനെ. ആ ഐഡിയ വർക്ക്ഔട്ട് ആയി കഴിഞ്ഞാ ആ ഗ്യാങ്ങിനെ ഫുള്ള് നമുക്ക് തീർത്ത് കളയാൻ വേണ്ടി പറ്റും ഷിൻചാനെ. ഐഡിയൊക്കെ എന്താന്ന് ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഇപ്പൊ നേരെ നമുക്ക് ഡെൽ പെറോയിലേക്ക് പോവാം. ഡെൽ പെറോ ലോസ് ആൻഡോസിൽ തന്നെ ഏറ്റവും അപകടം പിടിച്ച സ്ഥലം. ഇവിടെ ഏറ്റവും കൂടുതൽ കാണുന്നത് ക്രിമിനൽസും പിടിച്ചുകൊടുക്കാരും കൊള്ളക്കാരുമാണ്. ചുരുക്കി പറഞ്ഞാൽ ക്രിമിനൽസിന്റെയും കില്ലേഴ്സിന്റെയും അതേപോലെ തന്നെ പിടിച്ചുകൊടുക്കാരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥലം. ഡെൽ പെറോക്ക് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് രാത്രി സമയമായി കഴിഞ്ഞാൽ ഇവിടെ ഒരു മനുഷ്യ കുഞ്ഞു പോലും കാണില്ല. എന്ത് ഇല്ലീഗൽ ആക്ടിവിറ്റീസ് നടന്നു കഴിഞ്ഞാലും ഇവിടെ ആരും ചോദിക്കാനും വരില്ല. ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഡേഞ്ചറസ് ആൻഡ് വാണ്ടഡ് പ്ലേസ് ഇൻ ലോസ് ആൻഡോസ്. അങ്ങനെ നമ്മൾ ഡെൽ പെറോയിൽ എത്തിയിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ പ്ലാൻസിലേക്ക് നമ്മൾ കടക്കാൻ വേണ്ടി പോണ്. അവിടെ ഇവിടെയൊന്നും ആൾക്കാരൊന്നും കാണുന്നില്ല. ഒട്ടു സമയങ്ങളായിട്ട് നമുക്ക് വണ്ടി എടുത്ത് നേരെ ഈ ഡെൽ പെറോയുടെ അറ്റത്തേക്ക് പോവാ. നമ്മുടെ പ്ലാൻ വളരെ സിമ്പിൾ ആണ് ഷിൻചാനെ, നീ കേട്ടോ. ഇന്നത്തെ ആ ജോക്കേഴ്സിന്റെ ടാർഗറ്റ് നീയാണോ ഷിൻചാനെ? അതാണ് ഷിൻചാനെ, ഇന്നിപ്പോ അവന്മാർക്ക് കിഡ്നാപ്പ് ചെയ്യാനായിട്ട് നീ അവിടെ ചെന്ന് നിന്ന് കൊടുക്കണം. ആ സമയം കൊണ്ട് ഞാൻ അവിടെ മാറി ഇന്ന് അവന്മാരുടെ പുറകെ ഫോളോ ചെയ്ത് നിന്നെ വന്ന് അവന്മാരുടെ ബേസിൽ നിന്ന് രക്ഷിക്കണം ഷിൻചാനെ.
ആയിരിക്കും. എടാ അത് നേരത്തെ വിളിച്ച ആ കോളിൽ അവര് പറഞ്ഞില്ലേ ഡെൽപിയറോയിൽ നിന്ന് അവർക്ക് ഇതുവരെ ഒരു കുട്ടീനെ സെറ്റ് ആയിട്ടില്ല. അപ്പൊ അവരെന്തായാലും ഇവിടെ വന്ന് അന്വേഷിക്കാൻ തുടങ്ങുമ്പോ നീ കറക്റ്റ് ആയിട്ട് ആരും ഇല്ലാത്തൊരു പയ്യനെ പോലെ ഒറ്റക്ക് ഇവിടെ തെണ്ടി തിരിഞ്ഞ് നടന്നാൽ മതി. കറക്റ്റ് ആയിട്ട് നിന്നെ അവരൊന്ന് പൊക്കിക്കൊണ്ട് അവന്മാര് പൊക്കിക്കൊണ്ടോണം. അതേ സമയം ഞാൻ കാർ അപ്പർ സൈഡിൽ പാർക്ക് ചെയ്തിട്ട് ഞാൻ ബൈനോക്കുലർ വെച്ച് ഫുള്ള് നോക്കിക്കൊണ്ടിരുന്നോളാം. നീ ആ സമയത്ത് അവന്മാരുടെ വലിയ ബലം പിടുത്തൊന്നും ഇല്ലാണ്ട് വാനിൽ കയറി കൂടെ പോയാ മതി. ബാക്കി കാര്യമല്ല ഞാൻ ഏക്കട ചിഞ്ചാനെ. ഇത് വർക്കായാൽ മതിയായിരുന്നു. വർക്കായിലേക്ക് അവന്മാരെ തട്ടിക്കൊണ്ട് വീട്ടിൽ കൊണ്ടുപോകണം. പുറകെ തന്നെ വന്നേ. അവന്മാര് നിന്നെ കൊണ്ടുപോണ വാന്റെ പുറകെ തന്നെ ഞാൻ ഉണ്ട്. നീ ധൈര്യമായിട്ടിരിക്കടാ. എന്നാ കുഴപ്പമില്ല. അപ്പൊ ഓക്കെടാ ഷിജാനെ, നമ്മുടെ പ്ലാൻ എല്ലാം പറഞ്ഞോലെ ഞാൻ അപ്പുറത്ത് തന്നെ ഉണ്ട്. നിന്നെ ഫുൾ ടൈം ബൈനോക്കുലറിൽ വാച്ച് ചെയ്തോണ്ടിരിക്കും. നീ ധൈര്യമായിട്ടിരിക്കും. ഞാൻ വീണ്ടും പറയുന്നു ബൈഡാ. അവിടെ തന്നെ ഉണ്ടായിരുന്നാ മതിയായിരുന്നു. ഇതിന്റെ സൈഡിൽ നിക്ക. ഫ്രാങ്ക്ലിൻ ബൈ എവിടെയാണ് വണ്ടി കൊണ്ടിടാൻ വേണ്ടി പോണത്? ബുദ്ധി രാക്ഷസം തന്നെ. അവിടെ കൊണ്ട് ഒളിപ്പിച്ചിട്ടുണ്ട് കള്ള. ഓക്കെ, അപ്പൊ നമുക്ക് ഫ്രാങ്ക്ലിൻ ബൈ പറഞ്ഞ പോലെ ഇവിടെ ആരോരുമില്ലാത്ത ഒരു പാവം അനാഥ കൊച്ചിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം. അപ്പൊ അവന്മാരൻ എന്തായാലും തട്ടിക്കൊണ്ട് പോവായിരിക്കും. പാവം നമ്മുടെ ഷിൻജാൻ അവന്റെ സ്വന്തം ലൈഫ് ഇത്ര റിസ്ക് എടുത്തിട്ടാണ് നമ്മുടെ ലോസ് ആൻഡോസിലെ പിള്ളേർക്ക് വേണ്ടി അവൻ ഒറ്റയ്ക്ക് കിഡ്നാപ്പർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഷിൻജാന് വേണ്ടി എല്ലാവരും നമ്മുടെ ചാനൽ സബ് ചെയ്ത് മാക്സിമം ഷെയർ ചെയ്ത് വീഡിയോ ലൈക്ക് അടിച്ചിട്ട് നമ്മുടെ ഷിൻജാനെ സപ്പോർട്ട് ചെയ്യണം. എന്നാലാണ് നമുക്ക് ഈ ലോസ് ആൻഡോസിൽ നിന്ന് ഈ കിഡ്നാപ്പേഴ്സിനെ മൊത്തത്തിൽ ഓടിച്ചു വിടാൻ പറ്റുള്ളൂ. 1 minute 37 seconds later. നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ പ്ലാനിംഗ് ഒന്നും നടക്കില്ലെന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഫ്രാങ്ക്ലിൻ ബൈ. കേൾക്കുന്നുണ്ടോ? ഇവിടെ ആരും വരാൻ വേണ്ടി പോണില്ല. എത്ര പേരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ടാർഗറ്റ് ലോക്ക്ഡ്. ഫ്രാങ്ക്ലിൻ ബൈ കേൾക്കുന്നുണ്ടോ? ഞാൻ അങ്ങോട്ട് വരട്ടെ? ഇവന്മാരൊന്നും വരാൻ പോണില്ല. കിഡ്നാപ്പേഴ്സ് ഒക്കെ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങിയിട്ടുണ്ടോ ഫ്രാങ്ക്ലിൻ ബൈ? ഷിൻജാനെ നീ അവിടെ വെയിറ്റ് ചെയ്യ്, ഞാൻ പറയാ. ഓ മൈ ഗോഡ്, ദാ അവിടെ വാൻ വരുന്നുണ്ട്. ഇത് അവന്മാര് തന്നെ കൺഫേം. ഫ്രാങ്ക്ലിൻ ബൈ അലേർട്ട് അലേർട്ട്. വാൻ വരുന്നുണ്ട് ഫ്രാങ്ക്ലിൻ ബൈ. അലേർട്ട് ആയിട്ട് നിൽക്കട്ടെ. അവന്മാരെന്നെ നമ്മുടെ പ്ലാൻ പോലെ അവന്മാര് കറക്റ്റ് ആയിട്ട് എത്തിയിട്ടുണ്ട്. എന്നെ കണ്ടിട്ട് വാടാ വാടാ പണ്ടന്മാരെ നിനക്കിട്ടുള്ള പണിയൊക്കെ തരണം. ഫ്രാങ്ക്ലിൻ ബൈ ഇതൊക്കെ അവിടെ നിന്ന് കണ്ടിട്ടായിരുന്നാ മതിയായിരുന്നു. ഇപ്പൊ അയാൾ ഇറങ്ങും. ഇപ്പൊ ഇറങ്ങുവാള്. നമ്മളിവിടെ കറക്റ്റ് ആയിട്ട് സ്റ്റഡി ആയിട്ട് നിക്കാം. എന്താണ് മോനെ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത്? ഈ സ്ഥലം രാത്രി ഒട്ടും സേഫ് അല്ല കുട്ടാ. മോന്റെ വീട് എവിടെയാണെന്ന് വെച്ചാൽ അങ്കിള് കൊണ്ട് മോനെ വീട്ടിലാക്കി തരാം. പോണ വഴിക്കോല ഐസ്ക്രീമും മേടിച്ചുതരാം. പോരാമോ എന്റെ കൂടെ? മണ്ടക്കിയാക്കറിയില്ലല്ലോ ഇയാളെ നമ്മള് ട്രാപ്പിൽ പെടുത്തണമെന്ന്. പിന്നെന്താ ഞാൻ വരാനാ? ഇത്ര ഈസി ആയിട്ട് ഞാൻ ഇതുവരെ ഒരാളെ പോലും കിഡ്നാപ്പ് ചെയ്തിട്ടില്ല. മണ്ടച്ചക്ക്. ഡ്രൈവറേട്ടാ ഞാൻ ബാക്കിൽ കയറാവേ. പോവാ നമുക്കെന്നാ. ഫ്രാങ്ക്ലിൻ ബൈ ഇതൊക്കെ കാണണ്ടായിരുന്നാ മതിയായിരുന്നു. എന്നെ കൊണ്ടുപോകണോട്ടോ ഫ്രാങ്ക്ലിൻ ബൈ. യെസ്, നമ്മുടെ പ്ലാൻ അങ്ങനെ സക്സസ് ആയി. ഷിൻജാനെ കറക്റ്റ് ആയിട്ട് അവന്മാർ ആ വാനിൽ തന്നെ കൊണ്ടുപോയി. ഇനി നമുക്ക് ഒട്ടും ടൈം കളയല്ല. ബൈനോക്കുലർ ഒക്കെ എടുത്ത് വെച്ചിട്ട് നമുക്ക് ആ വാനിന്റെ പുറകെ പിടിക്കണം. നമ്മുടെ ഷിൻജാനിലേക്ക് മിസ് വണ്ടി എടുക്കട്ടെ. ഇനി അവന്മാര് ഷിൻജാനായിട്ട് നമുക്കറിയാത്ത വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് വരുന്ന പോകുന്ന ഡൗട്ട്. എന്തോരം ദൂരം അവന്മാരുടെ പുറകെ പോകേണ്ടി വരുമെന്നുള്ള കാര്യം ഡൗട്ടാണ്. കാണാനല്ലോ ദൂരെ ഞാൻ കാണുന്നുണ്ട്. കറക്റ്റ് ആയിട്ട് അവന്റെ പുറകെ നമ്മൾ ഫോളോ ചെയ്ത് പോകണം. നമ്മുടെ ഷിൻജാൻ അവിടെ നിൽപ്പുണ്ട്. അവർക്ക് ഒരു സംശയം പോലും തോന്നാൻ പാടില്ല. വല്ല സംശയം തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ഷിൻജാന്റെ ജീവനാണ് അവന്റെ കയ്യിരിക്കുന്നത്. വല്ലതും ചെയ്യും. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ചു വേണം നമ്മൾ അവനെ ഫോളോ ചെയ്യാനായിട്ട്. എന്തായാലും കുറച്ചു നേരം അവന്മാരുടെ പുറകെ തന്നെ പോവാ. ഇങ്ങോട്ടാണ് ഈ വണ്ടി തിരികെ മറിക്കുക എന്നൊക്കെ നോക്കട്ടെ. എന്നാലും നമുക്ക് അവന്മാരുടെ ബേസിലേക്ക് കറക്റ്റ് ആയിട്ട് എത്താൻ പറ്റുള്ളൂ. എന്തായാലും അവൻ നല്ല സ്പീഡിലാണ് പോണത്. ഇവൻ ഈ വളച്ച് ഏത് റൂട്ടിലേക്കാണ് പോണത്? ഓ മൈ ഗോഡ്, ഇവൻ പോകുന്നത് നമ്മുടെ ഗ്രാമപ്രദേശത്തിലേക്കാണ്. അവിടെ ആയിരിക്കും അവന്മാരുടെ ഗോഡൗൺ ഉള്ളത്. എന്തായാലും നമ്മൾ അവനെ വിടാതെ പിന്തുടരണം. നമ്മുടെ ഷിൻജാന്റെ ലൈഫാണ് അവന്റെ ഇരിക്കുന്നത്. പയ്യൊക്കെ കൊണ്ടുപോയാൽ മതിയായിരുന്നു. ഇവരെ സിനിമയിലൊക്കെ കാണുന്ന പോലെ അവന്മാര് വണ്ടി മാറ്റി തിരിക്കുകയൊക്കെ ചെയ്യും. അതല്ല ഞാൻ ഇപ്പോൾ അറിയിക്കുന്നത് ഇവന്മാര് ഈ പിള്ളേരെയൊക്കെ വെച്ചിട്ട് എന്താ ചെയ്യണമെന്നാണ്. ചിലപ്പോ ഈ ലോസ് ആൻഡോസിൽ നിന്ന് നഷ്ടപ്പെട്ട എല്ലാ പിള്ളേരെയും ഇവന്മാര് വേറെ എങ്ങോടെങ്കിലും ഒക്കെ കപ്പലിലൊക്കെ ഇട്ട് ഇറക്കുന്നുണ്ടാവും. നമുക്കൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെയൊന്നും ചെയ്യൂല. അത്രയൊന്നും ബോധം എന്തായാലും അവന്മാർക്ക് ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അവന്മാർ ആ ഫോൺ വിളിക്കുമ്പോൾ പോലും അവന്മാർക്ക് മനസ്സിലായമാരെ മണ്ടന്മാര്. എന്തായാലും ഈ ഗ്യാങ്ങിനെ നമ്മൾ കണ്ടെത്തി നന്നായി. ഇന്ന് നമ്മൾ ഇവരെ ഷിൻജാൻ കണ്ടില്ലായിരുന്നെങ്കിൽ ഇനിയും ഇതേപോലെ കുട്ടികൾ ഒരുപാട് പേര് മിസ്സായിക്കൊണ്ടേ
നോക്കിയിരുന്നേ. അവന്മാരെ എനിക്ക് ഇന്നത്തെ കൊണ്ട് അവന്മാരെ എല്ലാ ഗ്യാങ്ങിനെ എനിക്ക് തുരത്തണം. എന്തായാലും കുറച്ചേരം കൂടി പുറകെ പോവാ. വെയിറ്റ് ഒന്നോ അവിടെ ഒരു സിഗ്നൽ കാണുന്നുണ്ട്. നമ്മൾ ആ സിഗ്നലിൽ അവിടെ കുറെ മുന്നേ നിർത്തിയിടണം. അവനെന്തോ ഡൗട്ട് തോന്നിയെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, അവനൊരു ഡൗട്ട് ഇല്ല. അവൻ നേരെ റൈറ്റ് എടുത്ത് പൊക്കത്തോട്ട് കയറി പോയിട്ടുണ്ട്. അവൻ എന്നാലും ഓനോ അവൻ ഇത്ര സ്പീഡ് കൂട്ടി വിട്ടിട്ടുണ്ട്. ഇപ്പൊ ഇനി നമ്മുടെ വണ്ടി കുറച്ച് കത്തിച്ച് അവൻ അടുത്തോട്ട് പോയില്ലെങ്കിൽ നമ്മുടെ ശരിയാ മിസ്സാവും. ഞാൻ ആലോചിക്കുന്നത് അവനെ നമുക്ക് ഇപ്പൊ പിടിക്കണം, അല്ലെങ്കിൽ അവന്റെ കൂടെ അവന്റെ വണ്ടിയിൽ മാപ്പ് വല്ലതും അങ്ങനെ തോണ്ട അവനൊരു വഴിയില്ല. എന്തായാലും അവന്റെ പുറകെ പോയിട്ട് നമുക്കൊരു വഴിയില്ല. ഇവൻ ഈ വഴികൾ കയറി കയറി എങ്ങോട്ടൊക്കെ ഇനി പോണത്? ഇവൻ കറക്കി നമ്മളെ ലോസ് ആൻഡോസിന്റെ ഏതോ ഒരു മൂലക്കോട്ടാണ് കൊണ്ടു നിൽക്കുന്നത്. എന്നാലും അവന്റെ പുറകെ തന്നെ പോണം. എനിക്ക് തോന്നുന്നത് അവന് വല്ല ഡൗട്ട് ഉണ്ടായിട്ടുണ്ടാവുന്നതാണ്. പക്ഷെ ഡൗട്ട് ഉണ്ടെങ്കിൽ അവൻ പണ്ടേ കൊണ്ട് വണ്ടി നിർത്തുന്നല്ലേ. അവനവിടെ വണ്ടി നിർത്തുന്നുണ്ടല്ലോ പതുക്കെ. ഒന്നോ അവന്മാരുടെ റൈറ്റ് എടുത്ത് ഏതൊരു ഗോഡൌണിനടുത്തേക്കാണ് കയറിയേക്കണത്. ഒന്നോ ഷിൻജാനകത്ത് സേഫ് ആയിട്ടിരുന്നാ മതിയായിരുന്നു. കുറച്ചു നേരം കൂടി നമുക്ക് ഇവിടെ മാറ്റി വണ്ടി പാർക്ക് ചെയ്ത് നിൽക്കണം. ഒറ്റയ്ക്ക് അങ്ങോട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ അവന്മാർക്ക് എന്തെങ്കിലും അറ്റാക്ക് ചെയ്യാനുള്ള മെന്റാലിറ്റി ഉണ്ടെങ്കിൽ നമ്മളെ വല്ല തോക്ക വലിയ മിഷൻ കണ്ടൊക്കെ വെച്ച് നമ്മളെ കൊന്നുകളയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ചെല്ലാം ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ആദ്യം നോക്കാം. നോക്കി കണ്ടിട്ട് നമുക്കൊന്ന് അകത്തേക്ക് ചെന്ന് നോക്കാം. പയ്യൻ ഇറങ്ങി വാടാ. നിന്റെ വീട്ടിലേക്കൊന്നല്ല ഞങ്ങൾ നിന്നെ കൊണ്ടുതേക്കുന്നത്, തട്ടിക്കൊണ്ട് വന്നേക്കോടാ. നിനക്ക് ഇത്ര നേരം മനസ്സിലായില്ലടാ പണ്ട. ഇനി നിനക്ക് ഇവിടുന്ന് പോകാൻ രക്ഷയില്ല. മര്യാദക്ക് എന്റെ പുറകെ ഇറങ്ങി വാടാ. എന്റെ അകത്തോട്ടൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി പോലും ഫ്രാങ്ക്ലിൻ ബോയ് ഇത്ര നേരിട്ട് വന്നിട്ടില്ലല്ലോ. ഫ്രാങ്ക്ലിൻ ബോയ് എവിടെയാണോ? പുറത്തെവിടെയെങ്കിലും നിപ്പുണ്ടാവും. ഫ്രാങ്ക്ലിൻ ബോയുടെ കാറോടൊക്കെ ഞാൻ കണ്ട് ഫ്രാങ്ക്ലിൻ ബോയ് എന്നെ കാണുന്നുണ്ടോ? കേട്ടോ ഇവിടെ വെച്ച് വിളിച്ചു കഴിഞ്ഞാൽ അവന്മാരെ എന്നെ പിടിക്കും, ഫ്രാങ്ക്ലിൻ ബോയിനെ പിടിക്കും. അതുകൊണ്ട് പതുക്കെ അകത്തോട്ട് ചെന്ന് കയറി നോക്കാം. ഞാൻ എന്താണ് ഈ കാണുന്നത്? ഇവിടെ നിറയെ വാനാണല്ലോ. എനിക്ക് തോന്നുന്നത് ഈ ലോസ് ആൻഡോസിൽ നിന്ന് കുറെ പിള്ളേരെ ഇവർ തട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് ഡെയിലി. ഇവിടെ കുറെ ജോക്കർമാർ എത്തിപ്പെട്ട് എല്ലാ ജോക്കറിന്റെ അടുത്തും എന്തൊക്കെയോ സാധനമുണ്ട്. ഒരു ബ്ലൂ കളറിലാണല്ലോ അത് കത്തി കിടക്കുന്നത്. ഷോക്ക് അടിപ്പിക്കണ മെഷീൻ ആയിരിക്കും. ഇവിടെ വന്ന പിള്ളേരെയൊക്കെ ഷോക്ക് അടിപ്പിച്ചായിരിക്കും ഇവന്മാരകത്തോട്ട് കേട്ടിടത്. ഞാൻ പിന്നെ സ്വയമായിട്ട് കയറുന്നോണ്ട് എന്നൊന്നും ചെയ്യാത്തതായിരിക്കും. അടുത്തേന് ഞാനിവിടെ കണ്ടുപിടിക്കേണ്ടത് എവിടെയാണ് ഇവന്മാര് പിള്ളേരൊക്കെ വെച്ചേക്കണെന്നാണ്. ജോക്കർ ഭായ് എന്തൊക്കെയുണ്ട്? ഇവരൊക്കെ ഫുൾ ടഫ് മെമ്പേഴ്സാന്ന് തോന്നുന്നു. എന്നാലും എനിക്ക് തോന്നുന്നത് ഈ ഭാഗത്തായിരിക്കും ചിലപ്പോ പിള്ളേരെ കുളിപ്പിച്ചിട്ടുണ്ടാവുക. എങ്ങനെയെങ്കിലും അതിനകത്തോട്ടൊന്ന് കേറാനായിട്ട് എന്തെങ്കിലും ഷോക്ക് അടിപ്പിച്ചെന്റെ കണ്ണാർക്ക് എന്നെ ഇവന്മാരെ ഇവിടെ കൊണ്ടുവന്നേക്കണത്. എന്റെ പൊലീക്കിനടുത്ത് സൈഡിൽ നിൽക്കണത്. എടാ നിന്നെ എവിടെ നിന്ന് കൊണ്ടുവന്നവര്? എന്റെ വീടിന്റെ സൈഡിൽ നിന്നൊരു സ്ഥലത്ത് നിന്ന് ഇവര് തട്ടിക്കൊണ്ട് വന്നതാ. എനിക്ക് വീട്ടിൽ പോണം. ചുമ്മാ നീ കരയല്ലേ? അത് മാത്രമല്ല, അതേ കുഞ്ഞു പാവങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ഇതൊക്കെ ഇവന്മാർ എവിടെ നിന്ന് തട്ടിക്കൊണ്ട് വന്നു? ഇവന്മാരപ്പൊ നമ്മള് വിചാരിച്ച പോലെ ചെറിയ റാക്കറ്റുകളല്ല. ഞാൻ എന്റെ ലൈഫ് പറയാൻ വെച്ച് ഇങ്ങോട്ട് വന്നത് വളരെ നന്നായി. ഇനി നിങ്ങളാരും പേടിക്കണ്ട മക്കളെ. നമ്മളെ രക്ഷിക്കാൻ നമ്മുടെ ഫ്രാങ്ക്ലിൻ ബോയ് ഇപ്പൊ തന്നെ എത്തും. ഓക്കെ, നമുക്ക് നമ്മുടെ പണിയിലേക്ക് കിടക്കാം. എത്രയും വേഗം നേരെ അകത്ത് കയറി ഷിൻജാനെ രക്ഷിക്കണം. ബാക്കി നമ്മുടെ അകത്തുള്ള പിള്ളേരുണ്ടെങ്കിൽ അവരെല്ലാരും രക്ഷിക്കണം. നമ്മുടെ ആകെ ഒരു ചെറിയൊരു തോക്ക് മാത്രമേ ഉള്ളൂ. ഈ തോക്ക് ഞാൻ തൽക്കാലം സൈലൻസ് ഇട്ടിട്ടുണ്ട്. അതാവുമ്പോഴേക്കും ഇനി 2-3 വെടി വെക്കേണ്ടി വന്നാൽ പോലും സൗണ്ട് കേൾക്കില്ലല്ലോ. എങ്ങനെയുണ്ട് ബുദ്ധി? നമ്മുടെ ഓരോ മൂവ്മെന്റും നല്ല പതുക്കെയായിരിക്കണം. പയ്യെയും മതല് ചാടി മതലല്ല, ഇതൊരു വേലിയല്ലേ, ഇത് ചാടി നമുക്ക് പയ്യെ കിടക്കാം. അവന്മാർ എത്ര പേരുണ്ടെന്നോ എങ്ങനെയാണെന്നോ നമുക്കൊരു പിടിയില്ല. നമുക്ക് ഈ ടാങ്കിന്റെ പുറകെ കുറച്ചു നേരം ഒളിച്ച് നിന്ന് ഞാനൊന്ന് നോക്കട്ടെ. അവിടുത്തെ സെറ്റപ്പ് കണ്ടിട്ട് അവിടെ കുറെ വണ്ടികൾ കിടപ്പുണ്ട്. നോക്കട്ടെ, ഒന്ന് ഒളിച്ച് നോക്കാൻ പറ്റിയിരുന്നെങ്കിൽ. ഇത് അവിടെ ഒരു മരമുണ്ട്. നമുക്ക് ആ മരത്തിന്റെ അങ്ങോട്ട് ഓടിച്ചെന്നിട്ട് പെട്ടെന്ന് ഒളിച്ച് നിൽക്കാം. മരത്തിനോട് ഒളിച്ചു നിന്നിട്ടുണ്ട്. എന്റെ പൊന്നോ, ഇവിടെ നിറയെ വണ്ടികളും കുറെ ജോക്കേഴ്സ് അവിടെ നിൽപ്പുണ്ട്. എനിക്ക് തോന്നണത് ഈ തോക്ക് വെച്ച് നമുക്ക് അവന്മാരെല്ലാത്തിനും ഫിനിഷ് ആക്കാൻ പറ്റുമെന്ന് ഡൗട്ടാണ്. നമുക്ക് ആ പുല്ലിന്റെ ഇടയിൽ പോയി കുറച്ച് ഒളിച്ചിരിക്കാം. കേറ്, അവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അവര് കാണില്ല എന്ന് പ്രതീക്ഷിക്കാം. നമുക്കൊരു കാര്യം ചെയ്യാം. ഓരോ സമയത്ത് ഓരോ ജോക്കേഴ്സും നമുക്ക് തീർത്തുണ്ടിരിക്കാം. ആദ്യം നമുക്ക് ആ ലെഫ്റ്റ് സൈഡിലുള്ള ആ പുറത്ത് നിൽക്കുന്ന ആദ്യം തീർക്കാം. അവന്റെ ബാക്കിൽ വേറെ ആളില്ലാത്തുണ്ട്. അവൻ വീണത് ആരും കാണൂല. പെർഫെക്റ്റ് ഹെഡ് ഷോട്ട്. അവനവിടെ വീണേക്കുന്നത്. വേറെ ഒരു ജോക്കേഴ്സും കണ്ടിട്ടില്ല. വേറെ അനക്കൊന്നും കാണുന്നില്ല. നമുക്ക് അപ്പുറത്തെ മരത്തിന്റെ ആ സൈഡിലേക്ക് ഇനി മാറിപ്പോയി ഒളിച്ചിരുന്ന് അടുത്ത ജോക്കറെ തീർക്കാനുള്ള നമ്മുടെ പരിപാടി. നെക്സ്റ്റ് നമ്മുടെ രണ്ടാമത്തെ ജോക്കർ. അവന്റെ അപ്പുറത്ത് നിൽക്കുന്ന ഒറ്റക്ക് ഒരുത്തൻ വേറെ നിൽപ്പുണ്ട്. അവനെ ഇനി അടുത്ത് നമുക്ക് തീർക്കേണ്ടത്. അവനെ തീർക്കാനായിട്ട് കറക്റ്റ് എയിം വെച്ചിട്ട് അവനെ അവനെങ്ങനെയാ വീണത്? അവനെ ആരോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പ്ലാന്റിൽ ആരോ കേറിയിടേ. എല്ലാരും പാടാ, അതാരോ അവിടെ. ഒന്നോ പണിപ്പാളിട്ടുണ്ട്. അതിലേതോ ഒരു ജോക്കർ ചെന്ന് അലാറം ഓണാക്കി. ഇത് അവന്മാരെല്ലാം എന്റെ അടുത്തോട്ട് ഓടി വന്നിട്ടുണ്ട്. ഇനിയിപ്പോ വേറെ രക്ഷയില്ല. ജോക്കർത്തിന് എല്ലാത്തിനും ചറപറ കാച്ച, അല്ലാണ്ട് വേറെ വഴിയില്ല. എല്ലാത്തിനും തീർക്കൂടാ. പിടിച്ചോടാ.
ആരുമില്ല നമുക്ക് ഇനി നേരെ അകത്തോട്ട് കയറി നമ്മുടെ ഷിൻചാനെ പിള്ളേരെ നമുക്ക് കണ്ടുപിടിക്കണം. കമോൺ വാ. ഈ വഴി തന്നെയാണ് അകത്തോട്ട് പോണത്. വണ്ടിയെല്ലാം ആ ഡയറക്ഷനിലേക്ക് ഇട്ടേക്കണത്. അപ്പൊ നമുക്ക് നോക്കട്ടെ ഇവിടെ എവിടെയോ നമ്മുടെ ഷിൻചാൻ. നമ്മൾ കണ്ടുപിടിച്ചു. യുവമാർ ഇതിന്റെ പൊക്കത്തോട്ട് വെച്ചേക്കുന്നത് നമ്മുടെ ഷിൻചാനെ പിള്ളേരെ. നോക്കട്ടെ ഷിൻചാനെ മോനെ, നിന്റെ പ്ലാൻ സക്സസ് ആണ് ഷിൻചാനെ. നമ്മള് അവന്മാരെ കൊന്നു കളഞ്ഞടാ. ലോസ് സാന്റോസിലെ എല്ലാ അച്ഛനമ്മമാരുടെയും ഉറക്കം കളഞ്ഞുകൊണ്ടിരുന്ന ആ കിഡ്നാപ്പേഴ്സിനെ നമ്മുടെ ഫ്രാങ്ക്ലിൻ ഇന്ന് തീർത്തിരിക്കുന്നു. ഇനി മുതൽ ആ കിഡ്നാപ്പേഴ്സ് ഇല്ല. ആ ഒരു ഗ്യാങ്ങിന്റെ തലവനും മറ്റ് എല്ലാ സഹായികളെയും നമ്മുടെ ഫ്രാങ്ക്ലിൻ അതിവിദഗ്ധമായാണ് കൊന്നു കളഞ്ഞിരിക്കുന്നത്. ഏറ്റവും ഭയപ്പെടുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൂട്ടം ജോക്കേഴ്സ് ആയിരുന്നു ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ഇതുവരെ പോലീസിന് പോലും കണ്ടുപിടിക്കാത്ത കാര്യമാണ് നമ്മുടെ ഫ്രാങ്ക്ലിൻ ഒറ്റയ്ക്ക് ഒരു രാത്രി കൊണ്ട് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഫ്രാങ്ക്ലിന്റെ അടുത്ത് എങ്ങനെ നന്ദി പറയുമെന്ന് ആർക്കും അറിയില്ല. പക്ഷേ ഫ്രാങ്ക്ലിനെ പോലെയുള്ള യുവാക്കളാണ് ഈ തലമുറക്ക് ആവശ്യമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ലോസ് ആന്റോസ് പോലീസ് ഈ ക്രൈംസിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. മിസ്റ്റർ ഫ്രാങ്ക്ലിൻ, നിങ്ങളെ ചെയ്ത കാര്യം എത്ര അഭിനന്ദിച്ചാലും മതിയാവാത്ത കാര്യമാണ് മിസ്റ്റർ. നിങ്ങളെ ഞങ്ങളുടെ പോലീസ് ഫോഴ്സിലേക്ക് എടുക്കാൻ വരെയാണ് ഞങ്ങളുടെ പ്ലാൻസ്. ഇപ്പോൾ നിങ്ങൾക്ക് തൽക്കാലം ഈ സംഭവമൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളുടെ സ്വന്തം വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കാം. അത് കഴിഞ്ഞ് നാളെ നിങ്ങളെ ഞങ്ങൾ എന്തായാലും കാണാൻ വേണ്ടി നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നതാണ്. നിങ്ങൾക്ക് എന്തായാലും ഒരു ഷുവർ ഗിഫ്റ്റ് ഞങ്ങളുടെ വകയായിട്ടോ മിസ്റ്റർ ഫ്രാങ്ക്ലിൻ. അതൊന്നും കുഴപ്പമില്ല ഓഫീസർ, ഞാനത് കണ്ടുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തു. വേറെ ആരെങ്കിലും ആണെങ്കിലും ഇത് തന്നെ ചെയ്യുള്ളൂ. ഞാൻ പിന്നെ എന്റെ ഡ്യൂട്ടി മാത്രമാണ് ചെയ്തത്. സ്ത്രീകളോടും കുട്ടികളോടും തെറ്റ് കാണിക്കുന്ന ആരാണെങ്കിലും ഈ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തി അവർക്കിട്ടുള്ള പണി നമ്മൾ കൊടുത്തിരിക്കും. അത് എപ്പോഴാണെങ്കിലും. അപ്പൊ ഞങ്ങൾ പോട്ടെ എന്നാ. ബൈ ഓഫീസർ. വാട മക്കളെ, നമുക്ക് വീട്ടിൽ പോവാം. ഫ്രാങ്ക്ലിൻ ബോയ്, എന്നാ പിന്നെ ഇവർ രണ്ടുപേരും ഇനി വരെ നമ്മുടെ വീട്ടിൽ നിൽക്കട്ടെ അല്ലേ ഫ്രാങ്ക്ലിൻ ബോയ്? അതാവുമ്പോ എനിക്കൊരു കൂട്ടുപോകും, ഫ്രാങ്ക്ലിൻ ബോയ്ക്ക് ഒരു സന്തോഷമാവുമല്ലോ. എന്ത് നിനക്ക് കൂട്ട്? എനിക്ക് സന്തോഷം. എന്തെങ്കിലും ആവട്ടെ, നിന്നെ തന്നെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതിനിടയ്ക്ക് ഈ രണ്ടെണ്ണം കൂടി. പക്ഷെ കുഴപ്പമില്ല, എല്ലാം നമ്മുടെ പിള്ളേരല്ലേ.